ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും പുതിയ വാർത്തകൾക്കായി ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. തായ്വാൻ കടലിടുക്കിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമുക്കതിലേക്ക് ആഴത്തിലൊന്നിറങ്ങി നോക്കാം. ഈ അടുത്ത കാലത്ത് സംഘർഷങ്ങൾ ആളിക്കത്തിച്ച ഒരു പ്രസ്താവനയിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ പുതുവത്സര സന്ദേശത്തിലെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഇതൊരു വെറും വാക്കല്ല, ഇതൊരു ഉറച്ച തീരുമാനമാണ്. അപ്പോൾ ഈ പ്രതിജ്ഞയ്ക്ക് പിന്നിൽ എന്താണ്? ഇത് വെറും പൊള്ളയായ വാക്കുകളല്ല. ചൈനയുടെ ടെക്നോളജിയിലുള്ള വളർച്ച, അതിലുള്ള അവരുടെ ആത്മവിശ്വാസം, അതാണ് ഇതിനെല്ലാം ശക്തി പകരുന്നത്. ഈ ആത്മവിശ്വാസം ഒരു സൈനിക നീക്കത്തിലേക്ക് എങ്ങനെയാണ് വഴിമാറുന്നത് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ബീജിങ്ങിൻ്റെ ഈ അടുത്ത കാലത്തെ ചില നീക്കങ്ങൾ കണ്ടാൽ നമുക്കത് മനസ്സിലാവും. ശരി, അപ്പോൾ വാക്കുകൾക്കപ്പുറം ചൈനയുടെ പ്രവൃത്തികൾ എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലേ? എങ്ങനെയാണ് ഈ സൈനിക നീക്കങ്ങൾ തായ്വാന് ചുറ്റുമുള്ള സമ്മർദ്ദം കൂട്ടുന്നത്? നോക്കൂ, ഇത് വെറുമൊരു സാധാരണ മിലിറ്ററി ഡ്രില്ലല്ല. ശരിക്കും ഒരു ദ്വീപിനെ എങ്ങനെ പൂർണ്ണമായി ഉപരോധിക്കാം, എങ്ങനെ ഒരു അധിനിവേശം നടത്താമെന്നതിൻ്റെ ഒരുതരം ഡ്രസ് റിഹേഴ്സലാണ് നടക്കുന്നത്. ചുറ്റുമുള്ള വെള്ളത്തിൽ യഥാർത്ഥ വെടിയുണ്ടകൾ ഉപയോഗിച്ചുള്ള പരിശീലനം, യുദ്ധക്കപ്പലുകൾ, യുദ്ധവിമാനങ്ങൾ. ശരിക്കും പറഞ്ഞാൽ തായ്വാനെ ലോകത്തിൽ നിന്ന് ഒറ്റപ്പെടുത്താനുള്ള ഒരു മുന്നറിയിപ്പാണ്. ഇതിനിടയിലാണ് ഒരു US ഇന്റലിജൻസ് റിപ്പോർട്ട് ഒരു പ്രത്യേക വർഷത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത്, 2027. ആ വർഷത്തോടെ ചൈന ഒരു പൂർണ്ണ അധിനിവേശത്തിന് തയ്യാറായേക്കാം എന്നാണ് അവർ പറയുന്നത്. ഇത് കാര്യങ്ങളെ കൂടുതൽ ഗൗരവമുള്ളതാക്കുന്നുണ്ടല്ലേ? അപ്പോൾ സ്വാഭാവികമായും നമ്മൾ ചോദിക്കും, ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ തായ്വാൻ എന്താണ് ചെയ്യുന്നത്? അവരുടെ തയ്യാറെടുപ്പുകൾ എങ്ങനെയുണ്ട്? ചൈനയുടെ ഈ ഭീഷണിക്ക് മുന്നിൽ തായ്വാൻ കയ്യും കെട്ടി നോക്കി നിൽക്കുകയല്ല. അവർ ശരിക്കും കോടിക്കണക്കിന് ഡോളർ ചെലവഴിച്ചുകൊണ്ട് ഒരു ഭീമൻ പ്രതിരോധം തന്നെ കെട്ടിപ്പടുക്കുകയാണ്. അതിൻ്റെ കണക്കുകൾ നോക്കിയാൽ നമ്മൾ ശരിക്കും ഞെട്ടും. ഒന്നാമതായി 2026 മാത്രം അമേരിക്കയിൽ നിന്ന് കിട്ടുന്നത് $11 ബില്യൺ വില വരുന്ന ആയുധങ്ങളാണ്. അതുകൂടാതെ തായ്വാന്റെ സ്വന്തം വാർഷിക പ്രതിരോധ ബജറ്റ് തന്നെ ഏകദേശം $19 ബില്യൺ വരും. എന്നിട്ടും തീർന്നില്ല. ഇതിനെല്ലാം പുറമെയായി ചൈനയെ നേരിടാൻ വേണ്ടി മാത്രം അടുത്ത 8 വർഷത്തേക്ക് $40 ബില്യൺ ഒരു പ്രത്യേക ഫണ്ട് കൂടി അവർ മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് അവരുടെ സ്ട്രാറ്റജി? ഇതൊരു 2 വശങ്ങളുള്ള പ്ലാനാണ്. ഒരു വശത്ത് അമേരിക്കയിൽ നിന്ന് ഹിമാർസ് പോലുള്ള അത്യാധുനിക ആയുധങ്ങൾ വാങ്ങുന്നു. മറുവശത്ത് സ്വന്തം രാജ്യത്ത് ആയുധ നിർമ്മാണം കൂട്ടി സ്വയം പര്യാപ്തത നേടാൻ ശ്രമിക്കുന്നു. എന്തിനാണെന്നോ? ഒരു ഉപരോധം വന്നാൽ പോലും പിടിച്ചു നിൽക്കാൻ വേണ്ടി. ഇനി നമുക്ക് ഈ കളിയിലെ മറ്റൊരു പ്രധാന കളിക്കാരനിലേക്ക് വരാം, ഇന്ത്യ. എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ നിലപാട് ഈ വിഷയത്തിൽ ഇത്ര നിർണായകമാകുന്നത്? വിരമിച്ച ഒരു ഇന്ത്യൻ എയർ മാർഷൽ പറഞ്ഞൊരു വാക്കുണ്ട്, തായ്വാനെ ആക്രമിക്കുന്നത് ബീജിങ്ങിന് ഒരു പേടി സ്വപ്നമായിരിക്കുമെന്ന്. വെറുമൊരു വാക്കല്ല അത്. ഏഷ്യയിലെ മറ്റൊരു വൻ ശക്തിയായ ഇന്ത്യയുടെ ഈ നിരീക്ഷണം ചൈനയ്ക്കത്ര പെട്ടെന്നൊന്നും തള്ളിക്കളയാൻ പറ്റില്ല. ഇത് വെറും വാക്കുകളിൽ ഒതുങ്ങുന്നില്ല. ഇന്ത്യയും തായ്വാനും തമ്മിലുള്ള ബന്ധത്തിൽ കാര്യമായ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഒരു ചൈന നയമെന്നതിനെ ഇന്ത്യ അത്ര കാര്യമാക്കുന്നില്ല എന്ന റിപ്പോർട്ടുകളുണ്ട്. മാത്രമല്ല, അവർ തമ്മിലുള്ള വ്യാപാരം കൂടുന്നു. സെമി കണ്ടക്ടർ രംഗത്ത് സഹകരണമുണ്ട്. 100,000 ഇന്ത്യൻ തൊഴിലാളികളെ തായ്വാനിലേക്ക് അയക്കുന്ന കാര്യം വരെ പരിഗണനയിലുണ്ട്. ശരി, ഇത്രയൊക്കെ സൈനിക നീക്കങ്ങളും പണമിറക്കലും നയതന്ത്രവുമൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ശരിക്കും സാധാരണഗതിയിൽ ഈ സംഘർഷം എങ്ങനെയാണ് പുറത്തു വരുന്നത്? അതിൻ്റെ ഒരു നേർചിത്രം നമുക്ക് കിട്ടുമോ? അതിനുള്ള ഉത്തരം ആകാശത്തു നിന്നാണ് വരുന്നത്. യുദ്ധവിമാനങ്ങളുടെ പൈലറ്റുമാർ തമ്മിൽ നടന്ന ഒരു നേർക്കുനേർ ഏറ്റുമുട്ടലിൽ നിന്ന്. ഇത് വെറുമൊരു വാർത്തയല്ല, സംഘർഷത്തിന്റെ തീ എത്രത്തോളം വലുതാണെന്ന് കാണിച്ചു തരുന്ന ഒന്നാണ്. ഒന്നാലോചിച്ചു നോക്കൂ. ഒരു തായ്വാനീസ് F-16 പൈലറ്റ് ഒരു ചൈനീസ് J-16 വിമാനത്തിന് നേരെ തൻ്റെ വെപ്പൺ സിസ്റ്റം ലോക്ക് ചെയ്യുന്നു. മറുപടിയായി ചൈനീസ് പൈലറ്റ് ദേഷ്യത്തോടെ സംസാരിക്കുന്നു. ഇത് വെറുമൊരു വാക്കുതർക്കമല്ല, ഒരു യുദ്ധം തുടങ്ങാൻ ആ ഒരൊറ്റ സ്പാർക്ക് മതിയായിരുന്നു. അത്രയും അപകടം പിടിച്ചൊരു നിമിഷമായിരുന്നു അത്. ഈയൊരു സംഭവം ചൈനീസ് സൈന്യത്തിന് വലിയൊരു അപമാനമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. സ്വന്തം അതിർത്തിക്കടുത്ത് ഇത്രയും വലിയ സൈനികാഭ്യാസം നടത്തുമ്പോൾ ഇങ്ങനെയൊന്ന് സംഭവിക്കുന്നത് അവർക്ക് വലിയൊരു തിരിച്ചടി തന്നെയാണ്. തായ്വാന്റെ ധൈര്യവും പ്രതിരോധ ശേഷിയും ഇത് കാണിക്കുന്നു. അപ്പം നമ്മൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്? ഒരു വശത്ത് ഭീഷണികൾ, മറുവശത്ത് ആകാശത്ത് ഇത്തരം അപകടകരമായ ഏറ്റുമുട്ടലുകൾ. എവിടെയാണ് ഈ സൈനിക പ്രകടനങ്ങൾ അവസാനിക്കുന്നതും യഥാർത്ഥ യുദ്ധം തുടങ്ങുന്നതും? തായ്വാൻ കടലിടുക്കിലെ ഈ നേർത്ത നൂൽപാലം എപ്പോൾ വേണമെങ്കിലും പൊട്ടുമോ? ഇതിനെക്കുറിച്ച് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടതുണ്ട്.